ന്യൂസ് റൂമിലായി തുടരുന്നു. തോമസ് ചാഴിക്കാടന്റെ സ്ഥാനാർത്ഥിത്വത്തിൽ കേരള കോൺഗ്രസ് എമ്മിൽ ഭിന്നത. തോമസ് ചാഴിക്കാടന് വിജയസാധ്യത ഇല്ലെന്ന് ഉന്നതാധികാര സമിതി അംഗം പ്രൊഫസർ PM മാത്യു ന്യൂസ് 18നോട് പറഞ്ഞു. ജോസ് കെ മാണി തന്നെ കോട്ടയം ലോക്സഭാ സീറ്റിൽ മത്സരിക്കണമെന്നും തോമസ് ചാഴിക്കാടൻ മത്സരിച്ചാൽ CPM വോട്ടുകൾ നഷ്ടമാകാൻ സാധ്യതയുണ്ടെന്നും PM മാത്യു പറയുന്നു. കഴിഞ്ഞ തവണ ഇതേ സ്ഥാനാർത്ഥി മത്സരിച്ചതും 1,06,000 വോട്ടിന് CPM-ന്റെ നേതാവ് ഇപ്പോഴത്തെ മന്ത്രി VN വാസവനെ 1,06,000 വോട്ടിന് തോൽപ്പിച്ചതാണ്. ഇപ്പം അതേ കോൺസ്റ്റിറ്റ്യുവൻസിയിൽ അതേ സ്ഥാനാർത്ഥി തന്നെ LDF-ൽ മത്സരിക്കുകയാണ്. എന്താണെങ്കിലും അതിൽ വരുന്ന ഒരു വേരിയേഷൻ, ഇന്നത്തെ മാറിയ രാഷ്ട്രീയ സാഹചര്യങ്ങൾ നമുക്കറിയാം. ആളുകളെ സംബന്ധിച്ചിടത്തോളം എല്ലാവരും LDF, UDF, BJP എന്ന് പറഞ്ഞ് തിരിഞ്ഞു നിൽക്കുന്ന ആളുകളല്ലല്ലോ. ഒരു 30-35% ആളുകളെങ്കിലും ചെറുപ്പക്കാരടക്കം നിഷ്പക്ഷമായി ചിന്തിക്കുന്ന ആളുകളുണ്ട്. അപ്പോൾ അങ്ങനെ നിൽക്കുന്നൊരു സാഹചര്യത്തിൽ കോൺസ്റ്റിറ്റ്യുവൻസി മാറുന്നില്ല, മുന്നണി മാറിയിരിക്കുന്നു. മുന്നണി മാറി മറ്റൊരു രാഷ്ട്രീയ കക്ഷിയുടെ ആളായിട്ട് നിൽക്കുന്നില്ല. ആ പാർട്ടി തന്നെ മുന്നണി വിട്ടപ്പുറത്ത് നിന്ന് മത്സരിക്കുക. ആ മത്സരത്തിന് ഏതായാലും നിലവിലുള്ള UDF-ൻ്റെ അപ്പുറക്കാരനോടൊപ്പം ഒരു മൈനസ് പോയിൻ്റുണ്ട്. അപ്പോൾ ആ മൈനസ് പോയിൻ്റോടെ മനസ്സിലാക്കി വിലയിരുത്തിക്കൊണ്ട് പാർട്ടി സീറ്റ് മേടിക്കുകയും മത്സരിക്കുകയും സ്ഥാനാർത്ഥിയെ നിശ്ചയിക്കുകയും ചെയ്യുന്നതാണ് ആരോഗ്യകരവും പ്രായോഗികവും. ജോസ് കെ മാണി കോട്ടയം പാർലമെൻറ്റിൽ 1914-ലും 19-ലും 2 വർഷം ജയിച്ച ആളാണ്. 1909-ലും 14-ലും 2 പ്രാവശ്യം മത്സരിച്ച് ജയിച്ച ആളാണ്. പാർട്ടിയുടെ ചെയർമാനാണ്. ഇപ്പോൾ രാജ്യസഭയിൽ ഇരിക്കുന്നു. രാജ്യസഭയുടെ കാലാവധി തീരാൻ പോകുന്നു. അധികം നാളില്ല. ഇത് കഴിഞ്ഞാൽ ഉടനെ രാജ്യസഭയുടെ കാലാവധി തീരുകയാണ്. അപ്പം എന്തുകൊണ്ട് നോക്കിയാലും, കമ്മ്യൂണൽ കോമ്പിനേഷൻ നോക്കിയാലും, കോട്ടയം ജില്ല നോക്കിയാലും, KM മാണി സാറിൻ്റെ പാരമ്പര്യം നോക്കിയാലും, പിന്നെ ഒരാൾ അവിടെ അങ്ങനെ മത്സരിക്കാതെ ഉള്ള ഒരാൾ ഈ പാർലമെൻറ്റ് വരാനുള്ളത് ജോസ് കെ മാണിയാണ്. ശ്രീജിത്ത് ചേരുന്നു വാർത്തയുടെ വിശദാംശങ്ങളുമായി. ശ്രീജിത്ത്, തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചിട്ടില്ല, പക്ഷേ കോട്ടയം കുറച്ച് ദിവസങ്ങളായി കേരള കോൺഗ്രസിലെ 2 വിഭാഗങ്ങളിലെയും സംസാരം കൊണ്ട്, ചർച്ചകൾ കൊണ്ടൊക്കെ സജീവമായി നിൽക്കുകയാണ് തെരഞ്ഞെടുപ്പ് രംഗത്ത്. ഇപ്പോൾ ഉന്നതാധികാര സമിതി അംഗം ഇത്തരത്തിൽ ജോസ് കെ മാണിക്ക് പാർട്ടി ചെയർമാന് വേണ്ടിയൊക്കെ രംഗത്തെത്തുന്ന ഒരു സാഹചര്യമൊക്കെ എങ്ങനെയാണ് ഇതിനെ കൂട്ടി വായിക്കേണ്ടത്? തീർച്ചയായും തോമസ് ചാഴിക്കാടനെ തന്നെ സ്ഥാനാർത്ഥിയാക്കി പ്രഖ്യാപിച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പിനെ നേരിടുക എന്നുള്ള ഒരു രീതിയിലേക്കായിരുന്നു കേരള കോൺഗ്രസും പോയിക്കൊണ്ടിരുന്നത്. ജോസ് കെ മാണി ഉൾപ്പെടെയുള്ള നേതാക്കൾ ഇതിനകം തന്നെ തോമസ് ചാഴിക്കാടന് ഇതിനുള്ള നിർദ്ദേശം നൽകിയതായാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അദ്ദേഹം പ്രവർത്തനവും ഏതാണ്ട് തുടങ്ങിയിട്ട് കുറെ നാളുകൾ തന്നെയായി. പക്ഷെ ഇതിനിടെയാണ് ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യം ഉൾപ്പെടെ വിശദീകരിച്ചുകൊണ്ട് പാർട്ടിയിലെ ഏറ്റവും മുതിർന്ന അംഗങ്ങളിൽ ഒരാളായ KM മാണിക്കൊപ്പമൊക്കെ പ്രവർത്തിച്ചിട്ടുള്ള പ്രൊഫസർ PM മാത്യു നിലപാട് വ്യക്തമാക്കുന്നത്. പല കാരണങ്ങൾ കൊണ്ട് തോമസ് ചാഴിക്കാടന് ഒരുപാട് നെഗറ്റീവ് പോയിന്റുകൾ ഇത്തവണ ഇവിടെ ഉണ്ട് എന്നാണ് അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നത്. പ്രത്യേകിച്ച് കഴിഞ്ഞ തവണ മന്ത്രി VN വാസവനെ പരാജയപ്പെടുത്തിയ ആളാണ് തോമസ് ചാഴിക്കാടൻ. അതുകൊണ്ട് തന്നെ ഇടത് വോട്ടുകളിൽ അതൊരു നിശബ്ദത പലയിടത്തും ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. കഴിഞ്ഞ തവണ UDF-ന്റെ സ്ഥാനാർത്ഥി ആയിരുന്ന ആള് തന്നെ LDF സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നു എന്നതും ഒരു തെറ്റായ സന്ദേശം നൽകും. മാത്രവുമല്ല, ഇത്തവണത്തെ പൊതു രാഷ്ട്രീയ സാഹചര്യത്തിൽ കൂടുതൽ ശക്തനായ സ്ഥാനാർത്ഥിയായി ജോസ് കെ മാണി തന്നെ കോട്ടയം ലോക്സഭാ സീറ്റിൽ മത്സരിക്കണം. നേരത്തെ 2 തവണ ഇവിടെ നിന്ന് മത്സരിച്ച് വിജയിച്ച ആള് കൂടിയാണ് ജോസ് കെ മാണി. അതുകൊണ്ട് തന്നെ ജോസ് കെ മാണി തന്നെ മത്സരിക്കണം എന്ന അഭിപ്രായമാണ് പ്രൊഫസർ PM മാത്യു പറയുന്നത്. പ്രത്യേകിച്ച് സർക്കാരിന്റെ പല പ്രവർത്തനങ്ങളിലും പല കാര്യങ്ങളും റബ്ബർ വില വർധനവിലടക്കം വേണ്ട തരത്തിൽ പ്രായോഗികമായി എന്തൊക്കെ ബുദ്ധിമുട്ടുകൾ പറഞ്ഞാലും അതൊന്നും വർദ്ധിപ്പിച്ചു കിട്ടുന്ന സാഹചര്യം ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് പ്രതികൂല രാഷ്ട്രീയ സാഹചര്യമാണ് ഉള്ളതെന്നുകൂടി PM മാത്യു ചൂണ്ടിക്കാട്ടുകയാണ്. ശരി, ശ്രീജിത്താണ് വിവരങ്ങൾ നൽകിയത് കോട്ടയത്ത് നിന്ന്.